ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ വേനൽക്കാലത്തും നോമ്പിൻ്റെ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയുള്ള പലതരം ഡ്രിങ്കുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ചവ്വരി, അതായത് സാബുദാന എന്നൊക്കെ പറയും, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ചവ്വരി കുതിർത്തിയിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചവ്വരി വെന്ത് കിട്ടും. അതിനായിട്ടാണ് നമ്മൾ കുതിർത്താനായിട്ട് ഇട്ടിട്ടുള്ളത്. ഇതിവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് ഞാനൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഇവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിവിടെ ഒരു ഷമാം എടുത്തിട്ടുണ്ട്. ഷമാം അല്ലെങ്കിൽ മസ്ക്മെലൻ എന്നൊക്കെ പറയും, അതെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൽ കുരുവൊക്കെ കളഞ്ഞ് നമുക്കതിൻ്റെ പൾപ്പ് മാറ്റിയെടുക്കണം. പൾപ്പ് മാത്രമായിട്ട് എടുക്കണം. ഇതുപോലെ നമ്മൾ പൾപ്പൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൾപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മസ്ക്മെലൻ്റെ പൾപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഷമാം ഇവിടെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാല് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നമുക്കിത് ചൂടാക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ. നമുക്ക് മധുരം കുറവാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് 4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണ വരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാനൊരു പാത്രത്തിൽ നല്ലോണം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്തിയിട്ടുള്ള ചവ്വരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചവ്വരി വെന്ത് വരുമ്പോൾ നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് ഊറ്റി അതിൽ കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ പശയൊക്കെ കളഞ്ഞ് അരിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പാൽ ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇനി കുറുകി വരും, അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാലിവിടെ തള വരാറായിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മസ്ക്മെലൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുപോലെ തന്നെ പാലൊന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ചവ്വരി വെന്ത് ഞാൻ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൽ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മസ്ക്മെലൻ ജ്യൂസ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പാല് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൽ പാട കിട്ടും. നമ്മുടെ മസ്ക്മെലൻ ഡ്രിങ്ക് ഇവിടെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സബ്ജ സീഡ് കുതിർത്തിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ മസ്ക്മെലൺ ഡ്രിങ്ക് ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.